വനനിയമ ഭേദഗതി സർക്കാർ ഉപേക്ഷിച്ചെങ്കിലും കാലോചിതമായ മാറ്റങ്ങൾ വനനിയമങ്ങളിൽ വേണമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. മനഃപൂർവ്വ വിവാദമുണ്ടാക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. വനമുദ്യോഗസ്ഥരെ വിമർശിച്ച് സിറോ മലബാർ സഭ താമരശ്ശേരി രൂപത അധ്യക്ഷന്മാർ റെമീജിയോസ് ഇഞ്ചനാനിയിലും ഇതിന് മറുപടിയായി വനമന്ത്രിയും രംഗത്തെത്തി. പ്രതിഷേധങ്ങളെ തുടർന്നാണ് വനനിയമ ഭേദഗതിയിൽ നിന്ന് സർക്കാർ പിന്മാറിയത്. പ്രതിപക്ഷവും ക്രൈസ്തവ സഭകളും ശക്തമായ എതിർപ്പാണ് ഉന്നയിച്ചത്. ജനദ്രോഹപരമായ ഭേദഗതികൾ വേണ്ടെന്ന് വെച്ചെങ്കിലും വനനിയമത്തിൽ പരിഷ്കാരങ്ങൾ ആവശ്യമാണെന്നാണ് വനം മന്ത്രി പറയുന്നത്. ഇനി മുതൽ നിലനിൽക്കാൻ പോകുന്നത് പഴയ നിയമമാണ്. ഈ പഴയ നിയമത്തിൽ ഒരു ഭേദഗതിയും ആവശ്യമില്ല എന്ന് ഇവരാരെങ്കിലും കരുതുന്നുണ്ടോ? 61 നിയമം അങ്ങനെ തന്നെ തുടരട്ടെ എന്ന ഉട്യോപ്യൻ നിലപാടാണ് ഈ എതിർക്കുന്നവരുടെ ഇടയ്ക്ക് ഉള്ളതെന്ന് അവർ വ്യക്തമാക്കണം. ഭേദഗതി ചർച്ച ചെയ്യാൻ സർക്കാർ അവസരമൊരുക്കുകയാണ് ചെയ്തത്. മനഃപൂർവ്വം വിവാദമുണ്ടാക്കാനാണ് ചിലർ ശ്രമിച്ചത്. സർക്കാർ തോറ്റു എന്ന് പറയുന്നത് മുതലെടുപ്പ് രാഷ്ട്രീയക്കാരാണെന്നും മന്ത്രി. സർക്കാർ നിലപാടിനെ ക്രൈസ്തവ സഭകൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. എന്നാൽ വനപാലകരുടെ നിലപാടുകളിൽ കടുത്ത പ്രതിഷേധമാണ് സഭയ്ക്കുള്ളത്. ഞങ്ങൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് അതുപോലെയാണ് കർഷകരെ പീഡിപ്പിക്കുന്നത്. ഭീതിയോടുകൂടിയാണ് അവരുടെ ഒരു വാഹനം വരുമ്പോൾ കാണുന്നത്, അവർ സമീപിക്കുമ്പോൾ നമ്മൾ കാണുക. എന്നാൽ എന്താണ് വനപാലകരുടെ തെറ്റെന്ന് മന്ത്രി ചോദിക്കുന്നു. എന്താണ് വനപാലകന്മാരുടെ ഭാഗത്തുനിന്നുള്ള വീഴ്ച എന്ന് പറയട്ടെ. ഇപ്പോൾ ഈ നിയമത്തിനെ നമ്മൾ വേണ്ടാന്ന് വെച്ചൊരു നിയമത്തെ ന്യായീകരിക്കാൻ ഞാൻ പോകുന്നില്ല. എന്താണ് കുറ്റകൃത്യം ചെയ്യുന്നവർക്കാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ കർഷക സമൂഹം കുറ്റകൃത്യം ചെയ്യുന്ന കുറ്റവാളികളാണോ? ആണോ? ഗവൺമെൻറ് അങ്ങനെ വിശ്വസിക്കുന്നില്ല. അടിക്കടി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങൾ സർക്കാരിന് തലവേദനയുണ്ടാക്കുന്നുണ്ട്. വനനിയമ ഭേദഗതി പിൻവലിച്ചതിലൂടെ പ്രതിഷേധങ്ങളുടെ ശക്തി കുറയ്ക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ടോബി ജോൺസൺ, 24 കോട്ടയം.